അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 9-ാം വാക്യം. ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ, മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായം മുഴുവനും ഒരു ഭക്തൻ കർത്തൃസേവയിൽ അർപ്പിച്ചിട്ടുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള ഒരു ജീവിതത്തിൻ്റെ അവസ്ഥയെ വ്യക്തമാക്കുന്നതായ, ഘോഷിക്കുന്നതായ അനുഭവ സത്യങ്ങളാണ്. അത് വളരെ ശക്തിയായി കൊരിന്ത്യ സഭയോട് പൗലോസ് സ്ഥാപിച്ചെഴുതുകയാണ്. ആരും ഞങ്ങളെ അറിയുന്നില്ല, എങ്കിലും എല്ലാവരാലും അറിയപ്പെടുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്നു. ഞങ്ങൾ മരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മരിക്കേണ്ടവരാണ്. പല സന്ദർഭങ്ങളിലും മരിക്കത്തക്കതായ അനർത്ഥങ്ങൾ ഞങ്ങളെ നേരിട്ടു, എങ്കിലും ദൈവം അതിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് ഇതാ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നു. അതിനുശേഷം താൻ പറയുകയാണ്, ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും ഞങ്ങൾ കൊല്ലപ്പെടാത്തവർ എന്ന് പറഞ്ഞാൽ പല പ്രാവശ്യം ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടി കൊലയ്ക്കായി ശിക്ഷിച്ചു, അല്ലെങ്കിൽ കൊല ചെയ്യുവാൻ വിധി കൽപ്പിച്ചു, എങ്കിലും അതിൽ നിന്നൊക്കെയും തെറ്റി ഒഴിയുവാൻ കർത്താവ് തൻ്റെ കൃപയാൽ ഞങ്ങളെ നിലനിർത്തിയിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. ആ വാക്യങ്ങളെല്ലാം അങ്ങോട്ട് വായിച്ചു നോക്കുമ്പോൾ പ്രത്യാശ വർദ്ധിപ്പിക്കുന്നതായ വാക്കുകളാണ്. ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ദൈവത്തെ സേവിക്കുമ്പോൾ അവനിൽ ചെലുത്തപ്പെടേണ്ടതായ ചില അർപ്പണബോധങ്ങൾ, ദൈവസന്നിധിയിൽ അവൻ പ്രശംസിക്കുന്ന പ്രശംസാ കിരീടങ്ങളുടെ പദവി അല്ലെങ്കിൽ അതിൻ്റെ മേന്മ അതെടുത്ത് വ്യക്തമാക്കി നമ്മെ കാണിക്കുക. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വീടുകളിലെല്ലാം സാധാരണ നല്ല അലങ്കാര ചെടികൾ നമ്മൾ വളർത്താറില്ലേ? ചിലതെല്ലാം മനോഹരങ്ങളായ പൂക്കൾ തരുന്നതാണ്. നമ്മളതിനെ എത്ര വിശേഷതയുള്ളതായിട്ടാണ് വളർത്തുന്നത്. അതിനെ വളരെയധികം വില കൂടിയ ചെടികളെല്ലാം നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നു, നമ്മുടെ ഭവനത്തെ അലങ്കരിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ മനസ്സിന് ആസ്വാദ്യമാകുന്നതായ രീതിയിലുള്ള കളർഫുള്ളായ ഫ്ലവേഴ്സ് തരുന്ന അനേക ചെടികൾ, റോസാപ്പൂക്കളുണ്ട്, കാർണേഷൻസ് ഉണ്ട്, ക്രിസാന്തിമം അല്ലെങ്കിൽ ഹൈഡ്രേഞ്ചിയ, ഓർക്കിഡ്സ്, അസ്ട്രോമേരിയ എന്ന് വേണ്ട പല രീതിയിലുള്ള ഫ്ലവേഴ്സിനെ നമ്മൾ നമ്മുടെ വീട്ടുമുറ്റത്തെല്ലാം വളർത്തുന്നുണ്ട്. ഇതിനെല്ലാം ചില നിർബന്ധ ബുദ്ധികളുള്ളതായ ചെടികളാണ്. അതിനെല്ലാം സ്നേഹത്തോടു കൂടിയുള്ള പരിചരണം, ടൈം ടു ടൈം വാട്ടറിങ്, അതിന് ഫെർട്ടിലൈസർ വേണം. ഒന്നിന് ചേരാത്തതായ ഫെർട്ടിലൈസറുകളാണ്, ഓരോന്നിനും നിർബന്ധ ബുദ്ധിയാണ്. എന്നാൽ നമ്മുടെ ഒന്ന് ശ്രദ്ധ വെച്ച് നോക്കിയാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തും മുറ്റത്തും ചുറ്റുപാടുകളിലുമൊക്കെ ആരും വിതയ്ക്കാതെയും ആരും വെള്ളമൊഴിക്കാതെയും ആരും ശുശ്രൂഷിക്കാതെയും വളരുന്ന ധാരാളം പുൽച്ചെടികളുണ്ട്. അത് നമുക്കൊരു ശല്യമാണ്. പലപ്പോഴും പുല്ലുകൾ വളരുന്നത് കണ്ട് നമ്മളതിനെ കൊണ്ടങ്ങ് മടുക്കും. അതിനെ വൃത്തിയാക്കാൻ വേണ്ടി ചെത്തി വെടിപ്പാക്കുന്നു, അതിനെ പറിച്ചു കളയുന്നു. അതിനോട് നമുക്കങ്ങ് ദേഷ്യം തോന്നും. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, 10 പറിച്ചാൽ 100 കിളിക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ഈ പുൽച്ചെടികളുടെ എല്ലാം ഇടയ്ക്ക് നമുക്ക് പേര് പറയാൻ അറിയാത്തതായ, നമ്മുടെ ബുദ്ധിക്കും കണ്ടുപിടുത്തങ്ങൾക്കും നമ്മുടെ പരിചയത്തിലും ഇല്ലാത്തതായ 100 കണക്കിന് ചെറുചെടികളും ഒരു നല്ല വൈദ്യൻ അതുവഴി വരികയാണെങ്കിൽ ഓരോ ഇലകളെയും എടുത്ത് നമുക്ക് കാണിച്ചു തരും. ഇത് ഇന്ന രോഗത്തിനുതകുന്ന പച്ചമരുന്ന്, ഇന്ന അസുഖത്തിന് പറ്റുന്നതായ മരുന്ന്, ഔഷധങ്ങളുടെ നിരകൾ ആ പുൽച്ചെടികളുടെ ഇടയിൽ അനേക സസ്യങ്ങൾ കാണും. എന്നാൽ നമ്മുടെ കണ്ണിനത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, നമ്മളെ കൊണ്ടത് ദർശിക്കുവാൻ കഴിയുന്നില്ല. നമ്മളതിനെ എല്ലാം ഒന്നിച്ച് പേരിടുന്നു, പുല്ല്. ദൈവത്തിന് സ്തോത്രം. അടുത്ത കാലത്ത് ഞാനൊരു പുസ്തകത്തിൽ വായിക്കുകയുണ്ടായി, നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമെല്ലാം പെരിങ്ങൽ ചെടി എന്ന് പറഞ്ഞാൽ പെരുമരമെന്നൊക്കെ പറയും.
ആ പെരുമരം ഒരു ചെടിയല്ല, പക്ഷേങ്കിൽ മനോഹരമായ ഫ്ലവേഴ്സൊക്കെ അതിലുണ്ടാകാറുണ്ട്. പല കളറിലുള്ള ഫ്ലവർ ഉണ്ടാകാറുണ്ട്. സാധാരണ കാടുകളിലാണ് വളരുന്നത്. ചില പുരയിടത്തിൻ്റെ കോർണറുകളിലും അവിടെ ഇവിടെയായിട്ടത് ആരും വളർത്താതെ മുളച്ചു വരും. ഈ പെരിങ്ങൽ മരത്തിന് ഒരു രഹസ്യമുണ്ട്. എന്താണെന്നറിയാമോ? ആ വൈദ്യൻ എഴുതിയിരിക്കുന്നത്, എവിടെ പെരിങ്ങൽ മരമുണ്ടോ, ആ പെരിങ്ങൽ ചെടി പെരുമരം എവിടെ കാണുന്നുണ്ടോ അതിനോട് ചുറ്റോടിയുറ്റിനും 1 കിലോമീറ്റർ ചുറ്റളവിൽ എവിടെയെങ്കിലും മൂർഖൻ പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നെ വളരെ ചിന്തിപ്പിച്ചു. ആ മൂർഖൻ പാമ്പിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് അതിൻ്റെ അടുത്തെവിടെയെങ്കിലും പെരിങ്ങൽ മരം വളരണമെന്നുണ്ടോ? ഉണ്ടായിരിക്കാം. കാരണം ഒരു മൂർഖൻ പാമ്പിൻ്റെ ദംശനമേറ്റാൽ, ഒരു പാമ്പ് കടിച്ചാൽ ആദ്യമായിട്ടൊരു വിഷകാരി ചെയ്യുന്നത് പെരിങ്ങൽ മരത്തിൻ്റെ ഇലയോ വേരോ തളിരോ പൂക്കളിൽ നിന്നോ ചതച്ചെടുക്കുന്ന നീര് ആ മുറിപ്പാടിൽ പുരട്ടി വെച്ച് കെട്ടി, അല്ലെങ്കിൽ അതിന് വേണ്ട ശുശ്രൂഷ ചെയ്തതിന് കുടിക്കാൻ കൊടുത്തതിന് ശേഷമാണ് ഈ രോഗിയെ ആശുപത്രികളിൽ എത്തിക്കുന്നത്. ഈ ആദിവാസ ചികിത്സയിൽപ്പെട്ടതായ ഒരു മന്ത്രമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തതും നമ്മൾ പേരുകൊണ്ട് പോലും നമ്മൾ അറിഞ്ഞിട്ടില്ലാത്തതുമായ അനേക കാട്ടുമരങ്ങളും കാട്ടുചെടികളും പുൽച്ചെടികളും ദൈവമാണ് അതിനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് എന്നർത്ഥം. നമ്മുടെ വീടുകളിൽ വളർത്തുന്നതായ നല്ല വില കൂടിയ റോസാ ചെടികളും മറ്റ് ലിലിയംസും അതൊക്കെ ഈ പുൽച്ചെടികളെ ഒക്കെ നോക്കി പരിഹസിക്കാറുണ്ട്. ചെടികൾക്ക് തമ്മിൽ നമുക്ക് തിരിച്ചറിയാത്തതായ ഭാഷകളുണ്ട്, അവർക്ക് സംസാരശേഷിയുണ്ട്. ആ പുൽച്ചെടിയോട് പറയുന്നത് എന്താണ്? എൻ്റെ യജമാനൻ ഞങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വെള്ളം തരുന്നത്. നിങ്ങൾ എൻ്റെ യജമാനൻ്റെ ഭവനത്തെ അശുദ്ധമാക്കുന്നു, വൃത്തികേടാക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് വെള്ളം തരില്ല. നിങ്ങൾ ഈ ചൂടത്ത് നിങ്ങൾ ഉണങ്ങിപ്പോകും, അല്ലെങ്കിൽ യജമാനൻ നിങ്ങളെ വെട്ടിക്കളയും. പക്ഷെങ്കിൽ ആ പുൽച്ചെടികൾക്ക് ഒരു ഭാഷയുണ്ട്, ഒരു മറുപടിയുണ്ട്. എന്താണെന്നറിയാമോ? ഞങ്ങളെ കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ദൈവമാണ്, ഞങ്ങൾക്ക് ജീവൻ തന്നത് ദൈവമാണ്. ഞങ്ങളെ നശിപ്പിക്കാൻ നോക്കിയിരുന്നാലും അടുത്ത ഒരു ചെറിയ ചാറ്റമഴയിൽ ഞങ്ങൾ തഴച്ച് വളരത്തക്ക രീതിയിൽ അനേകായിരം വിത്തുകളെ, ജീവകങ്ങളെ ഞങ്ങൾ ഈ മണ്ണിൽ വിതച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന സംസാരശേഷി അതിനുണ്ടെങ്കിൽ അതങ്ങനെയായിരിക്കും സംസാരിക്കുക. ഭവനത്തിൽ വളർത്തുന്ന മനോഹരമായ ചട്ടികളിൽ വളരുന്ന ചെടികളൊക്കെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഭംഗി തരുന്നു. എന്നാൽ പുൽച്ചെടികളുടെ ഇടയിൽ വളരുന്നതായ അനേക ചെറു സസ്യങ്ങൾ നമ്മുടെ രോഗശാന്തിക്ക് ഉതകുന്നതായ അനേക പച്ചമരുന്നുകളാണെന്ന് അർത്ഥം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കർത്താവ് ഒരു ഗ്രാമത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ കർത്താവ് അതിനെ അവിടെ വർണ്ണിച്ച വർണ്ണനയൊന്ന് കേൾക്കൂ. വയലിലെ താമരയെ നോക്കുക. എന്തുകൊണ്ട് കർത്താവ് ഒരു ഭവനത്തിൽ വളർത്തുന്നതായ ഒരു റോസാപ്പൂവിനെക്കുറിച്ചോ ഒരു മുല്ലപ്പൂവിനെക്കുറിച്ചോ ഒരു പിച്ചിപ്പൂവിനെക്കുറിച്ചോ എന്തുകൊണ്ട് കർത്താവ് വർണ്ണിക്കാതെ വയലിലെ താമരയെ നോക്കുക എന്ന് പറഞ്ഞു? ആ വയലിൽ ആ താമരയെ ശുശ്രൂഷിക്കുവാൻ, അതിന് വെള്ളമൊഴിക്കുവാൻ, അതിന് വളം ചെയ്യുവാൻ ആരും പോകാറില്ല, ആരും ശ്രദ്ധിക്കാറില്ല. എന്നാൽ അതുപോലെയുള്ളതായ താമരകൾ പല ഭവനങ്ങളിൽ വളർത്തുന്നുണ്ടായിരിക്കാം. റോസാപ്പൂക്കളോ താമരയോ ഒക്കെ പല ഭവനങ്ങളിലും ചട്ടികളിൽ വളർത്തുന്നുണ്ടായിരിക്കാം. പക്ഷെങ്കിൽ കർത്താവ് കണ്ടത് വയലിലെ താമരയാണ്, ആരും ആശ്രയമില്ലാതെ വളരുന്ന താമര. എന്നിട്ട് കർത്താവ് പറയുകയാണ്, ആ താമരയിൽ ഉണ്ടാകുന്നതായ പുഷ്പങ്ങളുടെ മനോഹാരിതയെ കർത്താവ് വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും ഇതിനൊപ്പം ചമഞ്ഞിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, ആ താമരയെക്കാട്ടിലും വിശേഷത ആ താമര ആയിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ചുള്ളൊരു ബോധ്യമാണ് കർത്താവ് നമുക്ക് തരുന്നത്. വയലിലെ താമര. എന്നാൽ വീട്ടിലെ റോസാപ്പൂവെന്നോ വീട്ടിലെ താമരയെന്നോ പറയാതെ വയലിലെ താമര. അപ്പോസ്തലനായ പൗലോസ് ഈ പ്രഭാതത്തിൽ താൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞതായ വാക്കുകളിലേക്ക് നമുക്കൊന്ന് വരാം. അതേ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ പൗലോസ് ഇങ്ങനെ എഴുതുകയാണ്, ആരും അറിയാത്തവരെന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ.
ഞങ്ങൾ മരിക്കുന്നവരെന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ശിക്ഷിക്കപ്പെടുന്നവരെന്നിട്ടും കൊല്ലപ്പെടാത്തവർ. കാട്ടുചെടികളെപ്പോലെ, വയലിലെ താമരകളെപ്പോലെ, അനേക സസ്യങ്ങൾ അല്ലെങ്കിൽ ഔഷധങ്ങളാകുന്ന സസ്യങ്ങളെപ്പോലെ, പുൽത്തകിടുകളെപ്പോലെ ആരും ശുശ്രൂഷിക്കാതെ ഇല്ലാതിരുന്നിട്ടും ആരും നോക്കുവാനും കാണുവാനും ഇഷ്ടപ്പെടുവാനും പേരിട്ട് വിളിക്കുവാനും ഓമനപ്പേര് പറയുവാനും ഒന്നും അവർക്കാരുമില്ല എങ്കിലും ദൈവം അവരെ പോറ്റിപ്പുലർത്തുന്നു. ഞങ്ങൾ ശിക്ഷിക്കപ്പെടുന്നുണ്ട്, ഞങ്ങൾ ദിവസവും ഞങ്ങളെ അപമാനിക്കപ്പെടുന്നുണ്ട്, ഞങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ളവർ തള്ളിക്കളയുന്നുണ്ട്, വേണ്ട എന്ന് പറയുന്നുണ്ട്, ഞങ്ങളെ ഒരു കാശിനും കൊള്ളാത്തവരെന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട്. പക്ഷെങ്കിൽ സർവശക്തൻ ഞങ്ങളെ അവിടെവിടായി ചില ഔഷധങ്ങളായി കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ദൈവമാണ് ഞങ്ങൾക്ക് ജീവൻ തരുന്നത്. അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ, തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാൻ, അനേകർക്ക് ആശ്വാസം കൊടുക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്കാർക്കും അവരൊരു ഉപകാരവും അവരാരും ചെയ്യുന്നില്ല എങ്കിലും നമ്മളെ ചില വ്യക്തിപരമായി ദൈവം ചില നിയോഗങ്ങൾ തന്നുകൊണ്ട്, ശുശ്രൂഷകൾ തന്നുകൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം ഭക്തന്മാരെ കാത്തു സൂക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതാണ് പൗലോസ് പറയുന്നത്. ഞങ്ങളെ ആരും അറിയുന്നില്ല, എന്നിട്ടും എല്ലാവരും ഞങ്ങളെ അറിയുന്നവർ. എങ്ങനെയാണ് അറിയുന്നവർ എന്നറിയാം? പുൽച്ചെടി, മറ്റു വീട്ടിൽ വളർത്തുന്ന ചെടികൾക്കെല്ലാം അവർ ഓമന പേരിടുന്നു. എന്നാൽ കാട്ടിൽ വളരുന്ന ചെടിക്ക് ആര് പേരിടാൻ? എങ്കിലും അവയെ എല്ലാം ഒറ്റ പേരിൽ അറിയുന്നു. അവർ കാട്ടുചെടിയിൽ അല്ലെങ്കിൽ പുൽച്ചെടികളാണ്, ഉപകാരമില്ലാത്തവരെന്നവർ ചിന്തിക്കുന്നു. പക്ഷെങ്കിൽ അതിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഔഷധ ഗുണങ്ങൾ സർവശക്തനാൽ അതിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അതിനെ വളർത്തുന്നത് ദൈവമാണ്, അതിന് വെള്ളം കൊടുക്കുന്നത് ദൈവമാണ്, അതിന് തക്ക കാലാവസ്ഥ കൊടുക്കുന്നത് ദൈവമാണ്. ഓരോരോ ദേശത്തും രാജ്യങ്ങളിലും പലയിടങ്ങളിലും അതാത് ദേശങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കനുസരിച്ചുള്ളതായ ചെടികൾ അവിടെവിടായി ദൈവമാണ് കൽപ്പിച്ചാക്കിയിരിക്കുന്നത്. ദൈവം അതിനെ അവിടെയെല്ലാം നിയമിച്ചാക്കിയിരിക്കുന്നു. അവകൾക്കെല്ലാം ശുശ്രൂഷകളുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിളിയിലും നമ്മുടെ തെരഞ്ഞെടുപ്പിലും കർത്താവ് നമ്മെക്കുറിച്ച് ചില നിയോഗങ്ങൾ നമുക്കായി നൽകിയിരിക്കുന്നു. ചില ഭവനങ്ങളിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ശുശ്രൂഷകളുണ്ട്. നമ്മുടെ സ്വന്തം ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ, നമ്മുടെ മാതാപിതാക്കളുടെ ഇടയിൽ, ഭാര്യ ഭർത്താക്കന്മാരുടെ കുടുംബജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാം ദൈവം ചില ഉത്തരവാദിത്വങ്ങൾ തന്നുകൊണ്ട് ചില സൗഖ്യങ്ങളെ കൽപ്പിച്ചാക്കുവാൻ തക്കവണ്ണം ദൈവം ചില അധികാരസിദ്ധികൾ നമുക്ക് തന്നുകൊണ്ട്, ദൈവം ചില നാമധേയങ്ങൾ നമുക്ക് തന്നുകൊണ്ട്, ചില ഭംഗിയായി ചമയിക്കലായിട്ടുള്ള ചില അവസ്ഥകൾ നമുക്ക് തന്നുകൊണ്ട്, ചിലരുടെ കൺമുമ്പിൽ നമ്മെ അതിശയിപ്പിക്കുന്നതായ അനേക വിശേഷതകൾ നമുക്ക് തന്നുകൊണ്ട് ദൈവം നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് എഴുതിയായ വാക്യത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. ആരും അറിയാത്തവരെന്നിട്ടും അതിൻ്റെ 10ാം വാക്യം കൂടെ ഒന്ന് വായിക്കുമ്പോൾ, ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ, ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ, ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ. ദൈവത്തിന് സ്തോത്രം. ഒന്നുമില്ല എങ്കിലും എല്ലാം കൈവശം. എവിടുന്നാണ്? ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നു, ദൈവത്തിൽ നിന്ന് വെള്ളം സ്വീകരിക്കുന്നു, ദൈവത്തിൽ നിന്ന് വളം സ്വീകരിക്കുന്നു, ദൈവത്തിൽ നിന്നും വളർച്ച സ്വീകരിക്കുന്നു. എല്ലാം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവത്തോടൊരു നന്ദി അവർക്കുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം പലപ്പോഴും ജീവിതത്തിൽ അപമാനം സഹിക്കുന്നവരായിട്ടും, നാം ഉപദ്രവിക്കപ്പെടുന്നവരാണെങ്കിലും, നാം ശിക്ഷിക്കപ്പെടുന്നവരാണെങ്കിലും, നാം തിരസ്കരിക്കപ്പെടുന്നവരാണെങ്കിലും, മരണത്തിനായി വിധിക്കപ്പെടുന്നവരാണെന്നിട്ടും, നമുക്കൊരു പേരിനാലും നമ്മെ അറിയപ്പെടാത്തവരെന്നിട്ടും, നമുക്ക് ഓമന പേർ ചൊല്ലി നമ്മളെ ആരും ലാളിക്കുവാനില്ലാതിരുന്നിട്ടും, ദൈവത്താൽ ബലപ്പെടുന്ന, ജീവിക്കപ്പെടുന്ന, അഭിഷേകം ചെയ്യപ്പെടുന്ന ചില നിയോഗങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് പലരെയും സൗഖ്യമാക്കുവാനും, പലർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും, പലരെ ശക്തീകരിപ്പാനും, പലരുടെ രോഗങ്ങൾക്ക് ഒരു പോംവഴി അവരെ സൗഖ്യം കൽപ്പിച്ചാക്കുന്നതിന് വേണ്ടി ദൈവം നമുക്ക് ചില അഭിഷേകങ്ങൾ തന്നിട്ടുണ്ട്.
ആ അഭിഷേകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു ജനം, അവരെയാണ് ദൈവത്തിന് ആവശ്യം. അവിടെയാണ് ദൈവം നോക്കുന്നത്. കൊല ചെയ്യപ്പെടുവാൻ വിധിക്കപ്പെടുന്നവരെന്നിട്ടും ദൈവം നിന്നെ അതിൽ നിന്നെല്ലാം മാറ്റി രക്ഷിച്ച് കൊണ്ടുപോകുന്നത്. നീ തകർക്കപ്പെടുന്ന അനേക സന്ദർഭങ്ങളിൽ വീണ്ടും നീ തളർത്ത് വളരത്തക്കവണ്ണം ദൈവം ആകാശത്തിലെ അന്തരീക്ഷത്തിലെ പല കാലാവസ്ഥകളെയും മാറ്റി നിനക്ക് വേണ്ടി കൊണ്ടുവരുന്നു. ഒരു വീട്ടിൽ വളർത്തുന്ന ചെടിക്ക് വേണ്ടിയല്ല കാലാവസ്ഥ ഉണ്ടാകുന്നത്, എന്നാൽ വയലിലെ പുല്ലുകൾക്ക് വേണ്ടിയാണ്, വയലിലെ താമരകൾക്ക് വേണ്ടിയാണ്, ആരുമില്ലാത്ത ചില ചെടികൾക്കും മരങ്ങൾക്കും വേണ്ടി ദൈവം ഇതാ കാലാവസ്ഥകളെ മാറ്റിക്കൊണ്ടുവരുന്നു. അതിന് വ്യതിയാനം കൊണ്ടുവരുന്നു, മഴയെ കൊണ്ടുവരുന്നു, വെള്ളം കൊണ്ടുവരുന്നു, അതിന് വേണ്ടതായ വളങ്ങൾ കൊണ്ടുവരുന്നു, അതിന് വളർച്ചാ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ വളർത്തുന്ന ചെടിയും ദൈവം വളർത്തുന്ന ചെടിയും തമ്മിലുള്ളതായ വ്യത്യാസമാണ് അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൽ കൂടി, അതിൻ്റെ 2-ാം ലേഖനത്തിൻ്റെ 6-ാം അധ്യായത്തിൽ കൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരാലും തിരസ്കരിക്കപ്പെടുന്നവർ, ഉപേക്ഷിക്കപ്പെടുന്നവർ, ഭാരപ്പെടേണ്ട, നിൻ്റെ വിളി വ്യത്യസ്തമാണ്. നീ മറ്റുള്ളവരെ പോലെ പ്രസിദ്ധനാകുവാൻ വിളിക്കപ്പെട്ടവനല്ല, മറ്റുള്ളവരെ പോലെ പരിപാലിക്കപ്പെടുവാൻ നിയമിക്കപ്പെട്ടവനല്ല, മറ്റുള്ളവരെ പോലെ തല ഉയർത്തി നിൽക്കുവാൻ ദൈവം നിന്നെ ആക്കി വച്ചിട്ടില്ല. പക്ഷെങ്കിൽ ദൈവം നിന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വളരെ വിഭിന്നമായത്, ആർക്കും ഗ്രഹിച്ചുകൂടാത്തത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നാതിരിക്കുന്നതായ ചില അത്ഭുതമായ സിദ്ധികളിൽ കൂടെ, അത്ഭുതകരമായ ചില കൃപകളിൽ കൂടെ ദൈവം നിന്നെ വഴി നടത്തും. നീ ഭാരപ്പെടേണ്ട, നിൻ്റെ താഴ്ചയിൽ നീ ദുഃഖിക്കരുത്, നീ സന്തോഷിക്കുക. ആ സന്തോഷത്തിൽ സ്വർഗം സന്തോഷിക്കുന്നതിന് കാണുവാൻ കഴിയും. ഗോഡ് ബ്ലെസ് യു.